Good morning. Okay, good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Morning. തുടങ്ങാം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാവരും 2 ദിവസമൊക്കെ വായിച്ചു നോക്കി അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ചായയൊക്കെ കുടിച്ചല്ലോ അല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? രാവിലെ ഫുഡൊക്കെ കഴിച്ചാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, കഴിച്ചു. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. അതിന്റെ 2 പോയിന്റ് കേട്ടോ. ആദ്യത്തെ 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചാപ്റ്റർ 51 ആണ് കേട്ടോ. 51ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് 4 പേര് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. ഈ ചാപ്റ്ററിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ നമ്മൾ കണ്ടു, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിനെ മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് മെഡിക്കൽ സെക്രട്ടറിയാണ് അല്ലെ, മെഡിക്കൽ സെക്രട്ടറി. പിന്നെ നമ്മൾ പഠിച്ചത് OPD എക്സിക്യൂട്ടീവ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. പിന്നെ 5ാമത് നമ്മൾ തുടങ്ങി വെച്ചത് പേഷ്യന്റ് കൗൺസിലർ ആണ് അല്ലെ. പേഷ്യന്റ് കൗൺസിലറുടെ ആദ്യത്തെ 2 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ ആരാണ് പേഷ്യന്റ് കൗൺസിലർ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പേഷ്യന്റിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന, അവരെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പറയുന്നത് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ട ഒരു വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് അല്ലെ, ഇമോഷണൽ സപ്പോർട്ടും, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ബോധവൽക്കരണവും, പിന്നെ നമ്മൾ പറഞ്ഞ അഡ്വക്കേസി അല്ലെ, അതെ പേഷ്യന്റ് അഡ്വക്കേറ്റ്, ദാറ്റ് മീൻസ് പേഷ്യന്റിന് വേണ്ടിയിട്ട് വാദിക്കുന്ന വ്യക്തി എന്നാണ്. ദാറ്റ് മീൻസ് ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രോഗിയുടെ താല്പര്യങ്ങളും അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങൾക്കും പിന്തുണയ്ക്കുന്ന ആ ഒരു എന്താ പറയുക, പിന്തുണയ്ക്കുന്ന ആ ഒരു ഇതിനെയാണ് അഡ്വക്കേസി, അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പൊ അവര് 3 പേരുകളിൽ നമുക്ക് അറിയപ്പെടുന്നുണ്ട്. പേഷ്യന്റ് കൗൺസിലർ എന്ന് നമുക്ക് പറയാം, പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയാം, പേഷ്യന്റ് ലിസൺ എന്നും പറയാം. ഓക്കെ, അതായത് ഒരു പേഷ്യന്റിന്റെ മധ്യസ്ഥൻ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് അല്ലെ. ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞു, വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കണം. പ്രത്യേകിച്ച് എന്താണ് സുഷ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പേഷ്യന്റ് കൗൺസിലർ ആണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ആരാണ് കേട്ടോ. അതായത് പേഷ്യൻസിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കുക പേഷ്യന്റിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും. അതുപോലെ തന്നെ അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പിന്തുണ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് പേഷ്യന്റ് കൗൺസിലർ. ഓക്കെ, അത്രയേ ഉള്ളൂ. പേഷ്യന്റ് കൗൺസിലർ നമ്മൾ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയാം, പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ പേഷ്യന്റിന് വേണ്ടി വാദിക്കുന്നയാൾ എന്നുള്ള അർത്ഥത്തിൽ പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയാം, പേഷ്യന്റ് ലിസോൺ എന്ന് പറയാം. ലിസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥൻ എന്നൊക്കെ അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ ആരെയായിരിക്കും അവർ കൂടുതൽ പിന്തുണയ്ക്കുന്നുണ്ടാവുക, പേഷ്യന്റിന് വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുന്ന ആളുകളായിരിക്കും. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 1ാമത്തെ പോയിന്റ് നമ്മൾ സെയിം അത് തന്നെ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് കേട്ടോ. അതായത് ഈ രോഗികളെ സംബന്ധിച്ച് അവർക്കൊരു വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, അവരുടെ ആശങ്കകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ട്
രോഗത്തിനെ നേരിടാനുള്ള ഒരു എന്താ പറയുക ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതാണ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. രണ്ടാമത്തെ പോയിന്റ് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. അതായത് ഈ പറയുന്ന രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ട ബോധവൽക്കരണം നടത്തുക. അതായത് the patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other sides of their care. അതായത് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആ ഒരു രോഗനിർണയത്തെ പറ്റി അല്ലെങ്കിൽ അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനിനെ പറ്റി അതുപോലെ അവരുടെ പരിചരണത്തിന്റെ മറ്റു പല വശങ്ങളെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം രോഗിക്കും കുടുംബാംഗങ്ങൾക്കും കൊടുക്കുക എന്നുള്ളതും പേഷ്യന്റ് കൗൺസിലറിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഒരു ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കറിയാം അല്ലെ, അസുഖം വരുമ്പോൾ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറ്റവും വീക്ക് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കണം, ആ ഒരു രോഗത്തെ നേരിടാനുള്ള ഒരു പിന്തുണ കൊടുക്കണം. അതുപോലെ രോഗികൾക്കാണെങ്കിൽ അവരുടെ രോഗാവസ്ഥ, രോഗത്തിന്റെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് ഇതെന്താണ്, അവർ കഴിക്കുന്ന മരുന്നുകൾക്ക് എന്തെല്ലാം ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട് എന്നതിനെ പറ്റി കംപ്ലീറ്റ് വിവരങ്ങൾ ആരുമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം, രോഗിയുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് രോഗിക്ക് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് അവരെ ബോധവൽക്കരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. അതുവരെയാണ് പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. അഡ്വക്കേറ്റിംഗ് എന്താണ്? ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. അതായത് ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത് രോഗിയുടെയും കുടുംബാംഗങ്ങളെയും അഡ്വക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് അവർക്ക് വേണ്ടി വാദിക്കുക എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഈ പറയുന്ന രോഗിയുടെ അവകാശങ്ങൾ, ഈ രോഗിയുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഈ പറയുന്ന പോലെ തന്നെ അവരെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതുപോലെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ആ രീതിയിൽ പേഷ്യൻസിനെ അഡ്വക്കേറ്റ് ചെയ്യാനുള്ളതും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. അടുത്തത് നാലാമത്തെ പോയിന്റിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഫോർത്ത് വൺ ഇതാണ്, പ്രൊവൈഡിങ് റിസോഴ്സസ്. അതാണ് പ്രൊവൈഡിങ് റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യാം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? The patient counselor is accountable for providing patients and their families with the resources and information about support groups, financial assistance. എന്താണ് സാധ്യത? നാവിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാട്ടോ, മുന്നോട്ട് കൊണ്ടുപോവാം, നാവിഗേറ്റ് ചെയ്യാട്ടോ, ഹെൽത്ത് കെയർ സംവിധാനങ്ങളിലേക്ക് അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. നാവിഗേറ്റ്, മുന്നോട്ട് അവരെ നയിച്ചു കൊണ്ടുപോവുക. കാര്യം ഒരു രോഗിയെ സംബന്ധിച്ച് അവർക്ക് അസുഖം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണം, അല്ലെങ്കിൽ ഏത് ഡോക്ടറെയാണ് അവർക്ക് കൺസൾട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം അല്ലെ. അപ്പൊ അവര് ഇതിന് കൃത്യമായിട്ട് ബന്ധപ്പെട്ട അവരുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വ്യക്തിനെയാണ് അവർക്ക് കാണുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നത്, നാവിഗേറ്റ് ചെയ്ത് വിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കുക, ഇതാണ് റിസോഴ്സസ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓക്കെ, അതെ സുഷ കറക്റ്റ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ക്ലെയിം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതെ, ആൻഡ് അതർ സർവീസസ് ദാറ്റ് മേ ബി അവൈലബിൾ ടു ദം. സോ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു രോഗിയുടെ എന്താ പറയാ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന, അതായത് അവരുടെ ആ ഒരു ചികിത്സയ്ക്കായിട്ട് അവരുടെ ട്രീറ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ഈ പറയുന്ന സപ്പോർട്ട് ഗ്രൂപ്പുകളെ പറ്റി, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെ, അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നതിനും പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല സേവനങ്ങളെ കുറിച്ചുള്ള, അതാണ് അതിനെ പറ്റിയുള്ള വരുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞു, ഇപ്പൊ ഇൻഷുറൻസ് ആണെങ്കിൽ അത് ക്ലെയിം ചെയ്യുന്ന അത്തരം സേവനങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു അതാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ചില ഇൻഷുറൻസ് ക്ലെയിമുകളുടെ കാര്യങ്ങൾ, അപ്പൊ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് അറിയില്ല, അതിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതുപോലെ ചില സപ്പോർട്ട് ഗ്രൂപ്പ്സുകൾ ഉണ്ടാവും, അതായത് തീരെ എന്താ പറയാ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ഈ പറയുന്ന ചികിത്സയ്ക്കായിട്ട് ചില
ചിലപ്പോൾ ഒരു ചാരിറ്റി എന്ന പോലെ ചെയ്യുന്ന ചില സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അവര് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പിനെ പറ്റിയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതുപോലെ മറ്റു പല അവരുടെ സേവനങ്ങൾ അവർക്ക് ലഭ്യമായേക്കാവുന്ന എല്ലാ സേവനങ്ങളെ പറ്റിയുള്ള ആ ഒരു ഇൻഫർമേഷൻസ്, അതാണ് അവിടുത്തെ റിസോഴ്സ് എന്ന് പറഞ്ഞത്. അത് പ്രൊവൈഡ് ചെയ്യാനുള്ളത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, അതാണ് പ്രൊവൈഡിങ് റിസോഴ്സസ്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് കോർഡിനേറ്റിംഗ് കെയർ. ഈ പോയിന്റ് നമ്മൾ ഒരുപാട് പേരുടെ റെസ്പോൺസിബിലിറ്റിയിൽ കണ്ടൊരു പോയിന്റ് ആണ്. എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റിയാണ് കോർഡിനേറ്റിംഗ് കെയർ അല്ലെ. അതായത് പരിചരണത്തിന് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. ഒരു രോഗിക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം, മറ്റു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളോടൊപ്പം തന്നെ സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരുപോലത്തെ റെസ്പോൺസിബിലിറ്റി. ഇതിന്റെ മാത്രമല്ല, നമ്മൾ മറ്റ് 4 പേരുടെ പഠിച്ചപ്പോഴും ഇതേ പോയിന്റ് അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. The patient counselor is accountable for organizing care between the healthcare providers and ensuring that patients receive the essential services and treatments. അല്ലെ, അവർക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം കൊടുക്കാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിൽ ഒരു ഓർഗനൈസേഷൻ അവർ ഓർഗനൈസ് ചെയ്യുക അല്ലെ. അത് ക്വാളിറ്റി കെയർ കൊടുക്കാൻ നന്നായിട്ട് അവർക്കിടയിൽ ഓർഗനൈസ് ചെയ്യുക, അവർ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ പേഷ്യൻസിന് അവർക്ക് അത്യാവശ്യം വേണ്ട സേവനങ്ങളും ചികിത്സകളും ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തണം. എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രം കാര്യമില്ല. കോർഡിനേറ്റ് ചെയ്തു, ഓക്കെ, പക്ഷെ അതിനനുസരിച്ച് പേഷ്യൻസിന് അവരുടെ ആവശ്യങ്ങള് സേവനങ്ങളെല്ലാം ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ അവിടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതാണ് കോർഡിനേറ്റിംഗ് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആറാമത്തെ പോയിന്റ് ഇതാണ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് അല്ലെ. ട്രീറ്റ്മെന്റ് പ്ലാൻസുകളൊക്കെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് വായിക്കാം. The patient counselor is accountable for developing care plans for the patients, which include identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. അല്ലെ, ഒന്നുമില്ല. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഒരു കെയർ പ്ലാൻ, ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു പേഷ്യന്റ് കൗൺസിലർക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക, ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ വെറുതെ ഡെവലപ്പ് ചെയ്യല്ല, ആ ഒരു രോഗിയുടെ ആവശ്യങ്ങൾ, അവരുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അവർക്കായിട്ടൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ അവിടെ എന്ത് ചെയ്യാനായിട്ട്, ഡിസൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് വിത്ത് എന്താണ് സുഷ, പേഷ്യന്റിന്റെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും തിരിച്ചറിയുക. അത് പേഷ്യന്റിന്റെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അവർക്കായിട്ടൊരു കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ആൻഡ് വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് നീഡ്സ് ആർ മെറ്റ്. അതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അത്രയും ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി. ഏഴാമത്തത് മോണിറ്ററിംഗ് പ്രോഗ്രസ് അല്ലെ. നമ്മൾ കെയർ പ്ലാൻ ഒക്കെ തയ്യാറാക്കി, ഓക്കെ, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? മോണിറ്ററിംഗ് പ്രോഗ്രസ് അല്ലെ. അതിനനുസരിച്ച് രോഗികളുടെ പുരോഗതി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം അല്ലെ, വിലയിരുത്തണം. അപ്പൊ നമുക്ക് നോക്കാം, അത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം ജോലി. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The patient counselor is accountable for monitoring the patient's progress, evaluating their needs, and making adjustments to their care plan as necessary. അല്ലെ, ഇതാണ് പേഷ്യന്റ് കൗൺസിലർ എന്ത് ചെയ്തിരിക്കണം? പേഷ്യന്റിന്റെ പ്രോഗ്രസ് അല്ലെ, ഈ കെയർ പ്ലാൻ ഒക്കെ തയ്യാറാക്കി അവർക്ക് കൊടുത്തു. ഇനി എന്ത് വേണം? അതിൽ നിന്നും അവർക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് അല്ലെ, ആ ഒരു പുരോഗതി കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം, വിലയിരുത്തണം. അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തണം. അതോടൊപ്പം തന്നെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കെയർ പ്ലാനിൽ വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് അവർക്ക് ചെയ്തു കൊടുക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കെയർ പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളും എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് അവർക്കായിട്ട് ഒരു കെയർ പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം അല്ലെ. അതുപോലെ ചിലപ്പോൾ കെയർ പ്ലാനിൽ ആവശ്യമുണ്ടെങ്കിൽ ചില എന്താ പറയാ മാറ്റങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ്സും ചിലപ്പോൾ വരുത്തേണ്ടതായിട്ട്, ഇവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എവിടെയും ചെയ്യേണ്ടതായിട്ട് വരും, കെയർ പ്ലാനിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും.
ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്വമാണ്? പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസ്. 7 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. 7 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്, പ്രൊവൈഡിങ് റിസോഴ്സസ്, കോർഡിനേറ്റിംഗ് കെയർ, ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതെല്ലാ പോയിന്റും ഡിസ്കസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ പേഷ്യന്റിനോട് ചേർന്ന് നിന്ന് അവരെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഈ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ. ഓക്കെ, ഇനി നോക്കാം. Overall, the role of a patient counselor is to extend support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive high quality care. ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞത് തന്നെയാണ് പേഷ്യന്റ് കൗൺസിലർക്ക് ആ ഒരു സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അവരെ അഡ്വക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, ഹെൽത്ത് കെയർ സംവിധാനത്തിൽ അവരെ മുന്നോട്ട് നയിക്കുക, അൾട്ടിമേറ്റ്ലി അവർക്കൊരു ഏറ്റവും ഹൈ ക്വാളിറ്റി പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തെല്ലാം സ്കില്ലുകളാണ് ഉണ്ടായിരിക്കേണ്ടത്? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, empathy and a deep understanding of healthcare systems and services are necessary for success in this role. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഫഷൻ, ഇങ്ങനൊരു റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെ, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്കിൽ ഉണ്ടായിരിക്കും. അതുപോലെ എംപതി അല്ലെ, എംപതി ഒരു സ്കില്ലാണ്. ഒരു അനുകമ്പയോട് കൂടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവർക്കും അതൊരുപോലെ സാധിച്ചു അല്ലെ. സിമ്പതറ്റിക് ആയിട്ട് പെരുമാറാൻ പറ്റും, പക്ഷെ എംപതറ്റിക് ആയിട്ട് പെരുമാറാൻ സാധിക്കണമെങ്കിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധിക്കൂ അല്ലെ. ഓക്കെ, എന്നുവെച്ചാൽ വളരെ അനുകമ്പയോട് കൂടിയിട്ട് പെരുമാറാം. അപ്പൊ ഒരാൾക്കൊരു ദുഃഖം വരുന്ന സമയത്ത്, ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ ബുദ്ധിമുട്ട് നമ്മളുടേതാണെന്ന് വിചാരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതാണ് എംപതി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിമ്പതി നമുക്ക് ആരോടും തോന്നാം, അവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ആരോട് വേണമെങ്കിൽ സിമ്പതി തോന്നാം. പക്ഷെ അവരുടെ പ്രശ്നങ്ങള് നമ്മുടേതാണെന്ന് നമ്മൾ സ്വയം കരുതണി. ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിച്ച ഒരു വ്യക്തിയോട് പെരുമാറുകയാണെങ്കിൽ അത് എംപതി എന്ന് നമുക്ക് പറയാം. അതാണ് എംപതറ്റിക് ആയിട്ട് പെരുമാറുക. അതെല്ലാവർക്കും ഒരുപോലെ ഒരു സ്കിൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അങ്ങനെ പെരുമാറാനായിട്ട് സാധിക്കൂ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, എംപതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെയും സർവീസുകളെ പറ്റിയുള്ള ഒരു ധാരണ, വെറും ധാരണയല്ല, ഒരു ഡീപ്പ് അറിവ് തന്നെ അവർക്ക് ഉണ്ടായിരിക്കണം. എന്നാലല്ലേ അവര് ഈ രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 5 നോൺ ക്ലിനിക്കൽ ജോബുകൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 5 പേരും ഇമ്പോർട്ടന്റ് ആണ്. 5 പേരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ, മെഡിക്കൽ സെക്രട്ടറിയുടെ, OPD എക്സിക്യൂട്ടീവ്, ദെൻ പേഷ്യന്റ് കൗൺസിലർ. 5 പേരെയാണ് നമ്മൾ പഠിച്ചത്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന് വായിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ജോബ്സ്. അപ്പൊ ഇത്രയും നോൺ ക്ലിനിക്കൽ ജോബുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് എന്തെല്ലാം സ്കില്ലുകളാണ് ഉണ്ടായിരിക്കേണ്ടത്? അപ്പൊ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ടത് എല്ലാ സ്കില്ലുകളും എല്ലാവരിലും ഉണ്ട്. എന്ത് ചെയ്താൽ മതി? അതിനൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ട് എടുത്താൽ മതി അല്ലെ. അപ്പൊ എന്തൊക്കെ സ്കില്ലുകളാണ് ആവശ്യം? അതിനകത്ത് ഒരു 10 പോയിന്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, 10 പോയിന്റ്സ് ഉണ്ട്. എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ വരുന്നത് കസ്റ്റമർ സർവീസ് സ്കിൽസ് ആണ്. അതായത് ഈ പറയുന്ന കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിൽ അതിന് നല്ലൊരു സർവീസ് കൊടുക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടാവും അല്ലെ, കസ്റ്റമർ സർവീസ് സ്കിൽസ്. പിന്നെ ഓർഗനൈസേഷണൽ സ്കിൽസ്, അതെന്ന് പറഞ്ഞാൽ ഒരു സംഘാടന മികവ് ഉണ്ടായിരിക്കണം. കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ ടെക്നോളജി സ്കിൽ, അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സ്കില്ലാണ് അല്ലെ. ടെക്നോളജി സ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സാങ്കേതികപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. കാര്യം ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കില്ല് എല്ലാവർക്കും ആവശ്യമാണ് അല്ലെ. പിന്നെ എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്,
എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ എന്ത് കാര്യം പേഷ്യൻസിന്റെ നടപടിക്രമങ്ങൾ എടുക്കുമ്പോഴും എന്ത് കാര്യം അവരുടെ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്ന സമയത്തും അവരുടെ ഒരു സ്വകാര്യത നിലനിർത്താൻ, അതുപോലെ ആ ഒരു ഹെൽത്ത് കെയർ സംവിധാനത്തിന്റെ എത്തിക്സ് കീപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. വിട്ടുപോയി അല്ലേ ജോബി? ഓക്കെ, വിട്ടുപോയതായിട്ട് 5ാമത്തെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കേട്ടോ. പ്രശ്നം പരിഹരിക്കാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് പറഞ്ഞു. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, എല്ലാവരുമായിട്ടൊരു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് അല്ലെ, വളരെ എല്ലാവരുമായിട്ട് സഹനത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ അഡാപ്റ്റബിലിറ്റി അല്ലെ, പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എംപതി ആൻഡ് കമ്പാഷൻ അല്ലെ, അതുപോലെ അനുകമ്പ, പിന്നെ ഈ പറയുന്ന സഹാനുഭൂതിയോടുകൂടി പെരുമാറാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നെ കൾച്ചറൽ കോമ്പറ്റൻസ്, സാംസ്കാരികപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ പോയിന്റുകൾ പഠിച്ചു വെക്കാം കേട്ടോ. എളുപ്പമാണ്. ഇനി ജസ്റ്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് വായിക്കാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ് നീഡ് എ റേഞ്ച് ഓഫ് സ്കിൽസ് ടു എഫക്റ്റീവ്ലി ഡു ദയർ റോൾസ് അല്ലെ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് അവർക്ക് ധാരാളം ഒരു റേഞ്ച് ഓഫ് സ്കിൽസ് അവർക്കാണ്. ശരിക്കും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ക്ലിനിക്കൽ ജോബുകളെക്കാളും കൂടുതൽ സ്കില്ലുകൾ വേണ്ടത് ഏതിനാണ്? ശരിക്കും നോൺ ക്ലിനിക്കൽ ജോബിനാണ്. ശരിയല്ലേ? ക്ലിനിക്കൽ ജോബ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് പഠിക്കണം, ആ ട്രീറ്റ്മെന്റ് കൊടുക്കണം, നമ്മുടെ അത് അവസാനിച്ചു. പക്ഷെ നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട ഒത്തിരിയേറെ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സ്കിൽസും അവർക്ക് അത്യാവശ്യമാണ് അല്ലെ. സം കീ സ്കിൽസ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ്, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. വായിക്കാൻ നമുക്ക്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ non-clinical staff to effectively interact with the patients, visitors, and other staff members. They should be able to communicate clearly and empathetically, both verbally and in writing. അല്ലെ, നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പേഷ്യൻസ് ആയിട്ട് അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെ, സന്ദർശകരായിട്ട് മറ്റ് അനുബന്ധ ജീവനക്കാരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആദർശ സ്ട്രോങ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറെ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള അറിവ് മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഭാഷകൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും, പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു വേറൊരു സ്കില്ല് വേണം. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും നല്ല രീതിയിൽ അവരോട് സംസാരിക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് എന്ന കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് അവിടെ അതെന്നെ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അതെന്നെ വ്യക്തമായി പറയുക, ശ്രീലക്ഷ്മി നല്ല രീതിയിൽ പെരുമാറുക, അതെ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് അവർ പറയുന്നത്. ദേ ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എംപഥാറ്റിക്കലി ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്. അതായത് ശരിക്കും പറഞ്ഞാൽ വാക്കാലും അതുപോലെ തന്നെ രേഖാമൂലവും ഇതാണെങ്കിലും ശരി, നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ശരി, വളരെ വ്യക്തമായിട്ടും വളരെ എംപത്തറ്റിക് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ കുറെ ഭാഷകൾ അറിയാം, അത് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വാക്കാൽ രേഖാമൂലം എഴുതുകയാണെങ്കിലും വാക്കാൽ പറയുകയാണെങ്കിലും വ്യക്തമായിട്ടും കൃത്യമായിട്ടും വളരെ എംപത്തറ്റിക് ആയിട്ടും അല്ല, ഒരാൾക്കും ഒരു വിഷമം തോന്നുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാതിരിക്കാം. ചില പ്രോബ്ലം ആയിരിക്കാം, എങ്കിൽ കൂടി അത് നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വേറെയാണ്. പെട്ടെന്ന് ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും അതല്ലാതെ ഓക്കെ ദേഷ്യമുള്ള കാര്യമാണ്, പക്ഷെ അതിന് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. അറിയാമോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ഞാൻ അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അടുത്തതാണ് കസ്റ്റമർ സർവീസ് സ്കിൽസ് കേട്ടോ. എന്താണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഓൾറെഡി നമ്മൾ കണ്ടതാണ് അല്ലെ. അതായത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആയിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് വരുന്ന ആളുകൾ ശരിക്കും ഈ പറയുന്ന ഇത്തരം നോൺ ക്ലിനിക്കൽ ആളുകളാണ് അല്ലെ, നോൺ ക്ലിനിക്കൽ പ്രൊഫഷണലുകളാണ്. They should maintain excellent customer service skills, which include the ability to be calm and composed in difficult situations, handle inquiries and complaints, and to provide a positive and welcoming environment. അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് ഈ പറയുന്ന കസ്റ്റമേഴ്സ്, അവരുടെ ഉപഭോക്താക്കൾ, പേഷ്യൻസ് ആവാം, മറ്റ് വിസിറ്റേഴ്സ് ആയിരിക്കാം, ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആര് വേണമെങ്കിലും എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരു എക്സലന്റ് ആയിട്ട് അവര് എക്സലന്റ് സർവീസ് കൊടുക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. എക്സലന്റ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എബിലിറ്റി ടു ബി കാം ആൻഡ് കമ്പോസ്ഡ് ഇൻ ഡിഫിക്കൽട്ട്, ഗുഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക.
അതെ ശ്രീലക്ഷ്മി. അതായത് ഇപ്പൊ പ്രോബ്ലം എന്തെങ്കിലും ഒരു പ്രശ്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വളരെ കാമായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കമ്പോസ് ചെയ്യാനുള്ള ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവുക. കാരണം കസ്റ്റമേഴ്സ് ആണ്, നമ്മൾ പബ്ലിക് റിലേഷൻ പഠിച്ച ആൾക്കാരാണ്, നമുക്കറിയാതെ പബ്ലിക്കിന് പല ടൈപ്പ് ഓഫ് ആൾക്കാരെ ആയിരിക്കും ഡീൽ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ പല സിറ്റുവേഷൻ വളരെ ക്രൂഷ്യൽ ആയിട്ട് സിറ്റുവേഷൻസ് തന്നെ, ചിലർക്ക് ദേഷ്യപ്പെട്ട് വരാം, പ്രശ്നങ്ങൾ വരാം. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളും അതിനനുസരിച്ച് എന്താണ് റീസ് ആവാതെ, എന്ത് സിറ്റുവേഷൻ ആണ്, എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറാനുള്ള ഒരു കഴിവ് അതവിടെ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട്. അതുപോലെ ഹാൻഡിൽ ഇൻക്വയറീസ് ആൻഡ് കംപ്ലൈൻസ്, അപ്പൊ വരുന്ന പരാതികളായാലും അന്വേഷണങ്ങളായാലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. ആ രീതിയിൽ അവർക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് എന്താണ് സുഷ, പരാതികൾ അന്വേഷണം എന്നുള്ളത് കൈകാര്യം ചെയ്യുക. അതെ, അതായത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക കേട്ടോ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക ആ രീതിയിൽ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കസ്റ്റമർ സർവീസ് സ്കിൽ. അടുത്തതാണ് ഓർഗനൈസേഷണൽ സ്കിൽസ്, സംഘാടന മികവ്. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അല്ലെ, ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ്സ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. Non-clinical staff should have strong organizational skills to manage their workload, prioritize tasks and meet the deadlines. അല്ലെ, അതായത് ഒരു സംഘാടന മികവ്, സംഘാടന കഴിവ് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് ജോലികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംവിധാനമാണ് അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഒരു ഓർഗനൈസേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അവരുടെ ജോലി ഭാരം ലഘൂകരിക്കാനാണ്. ജോലി ഭാരം ലഘൂകരിക്കാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വർക്ക് ലോഡ് കൺട്രോൾ ചെയ്യാനും, അതുപോലെ അവർക്ക് കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻഗണനാ ക്രമത്തിൽ നടത്താനും, അത് മുൻഗണനാ ക്രമത്തിൽ നടത്താന്ന് വെച്ചാൽ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാനും ഒരു ഓർഗനൈസേഷൻ സ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ഒരു പരിപാടികൾ നടത്തുകയാണെങ്കിലും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരിപാടി വളരെ ഭംഗിയായിട്ട് നടക്കും അല്ലെ. നമുക്ക് ആർക്കും ആയാലും അത് പരിപാടി, എന്ത് പരിപാടിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ടൈം ലാഗോ കാര്യങ്ങളോ ഒന്നും വരില്ല. നല്ല ഓർഗനൈസേഷൻ ആണെങ്കിൽ, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അതൊരു സംഘാടന മികവ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കഴിവാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് വരും. അല്ലെങ്കിൽ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ലാഗടിച്ച് കുറെ വർക്ക് ലോഡ് വരും, ടെൻഷൻ വരും, മറ്റുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലും. പക്ഷെ നല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്താണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് അവരുടെ ജോലിഭാരം കുറയ്ക്കാൻ പറ്റും. അവർക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ മുൻഗണനാ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കും. Non-clinical staff should have strong organization skills to manage their workload, prioritize tasks and meet their deadlines. അടുത്തതാണ് ടെക്നോളജി സ്കില്ല്. എല്ലാവർക്കും അത്യാവശ്യം വേണ്ടൊരു സ്കില്ലാണ് അല്ലെ, സാങ്കേതികപരമായിട്ടുള്ള കഴിവുകൾ. പ്രൊഫിഷ്യൻസി ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് health record systems and other healthcare technology is vital for non-clinical staff. They should be comfortable with the technology and willing to learn new systems as required. അതായത് നമുക്കറിയാം ഇന്നിപ്പോ പണ്ടത്തെ കാലം പോലെയല്ല, എല്ലാം എന്താണ് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ എല്ലാം ആ ഒരു സാങ്കേതികപരമായിട്ട് ഒത്തിരിയേറെ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ്, നമ്മൾ HIS LIS ഒക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഹെൽത്ത് കെയർ റെക്കോർഡ് സിസ്റ്റംസ്, മറ്റ് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടെക്നോളജീസും ഒരു അറിഞ്ഞിരിക്കേണ്ടത്, അതിലൊരു പ്രൊഫിഷ്യൻസി കഴിവുണ്ടായിരിക്കേണ്ടത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ്. അവരെന്ന് പറയുന്നത് ദേ ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി. എല്ലാ ടെക്നോളജി ആയിട്ട് അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മളെപ്പോഴും കംഫർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാണ്ട് ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് ഭംഗിയിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ടെക്നോളജീസ് ആയിട്ട് അവർ കുറെ കൂടെ കംഫർട്ടബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ അല്ലെ, പുതിയ സിസ്റ്റംസ് പഠിക്കാനുള്ളൊരു വില്ലിങ്നെസ് മൈൻഡും അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാം ടെക്നോളജിയാണ്, അത് ഓരോ കാലഘട്ടം ചെല്ലുന്തോറും മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഴയ സിസ്റ്റം വെച്ച് അതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവില്ല. സിസ്റ്റങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയത് വരും, പുതിയ സിസ്റ്റം വരും, അതിനനുസരിച്ച് അത് പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുള്ളൊരു മെന്റൽ പ്രിപ്പറേഷൻ അല്ലെ, ആ ഒരു വില്ലിങ്നെസ്സും അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ടെക്നോളജി സ്കിൽ. അടുത്തതാണ്
പ്രോബ്ലം സോൾവിങ് സ്കില്ല്. അറിയാലോ നിങ്ങൾക്ക്, പ്രോബ്ലംസ് വരുമ്പോൾ അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. Non-clinical staff may face various challenges and problems while executing their duties. നമുക്കറിയാം അല്ലെ, അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് വരും. So the ability to think critically, evaluate situations and find adequate solutions is valuable in ensuring smooth operations and addressing issues promptly. അല്ലെ, അതുകൊണ്ട് തന്നെ വളരെ വിമർശനാത്മകമായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ നല്ല രീതിയിൽ വിലയിരുത്തി ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് അവിടുത്തെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്യൂസുകളെല്ലാം സോൾവ് ചെയ്യുന്നതിനും അത്യാവശ്യമായിട്ട് സ്കില്ലാണ് അല്ലെ. ഇതൊരു കാര്യ പ്രോബ്ലം വന്നു അതിന് നല്ല രീതിയിൽ ഫേസ് ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് എല്ലാ സിറ്റുവേഷനും നല്ല രീതിയിൽ വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം കാണുക എന്നുള്ളത് എന്താണ്, അതാണ് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ല് കേട്ടോ. ഓക്കെ, അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, അതിൽ പ്രശ്നമൊന്നുമില്ല. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ, പേഷ്യന്റിന്റെ വിവരങ്ങൾ എപ്പോഴും ആക്സസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് നിലനിർത്തിയിരിക്കണം, ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, സ്വകാര്യത, അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട് വേണം അതേതേല സ്വകാര്യതയും ആ ഒരു ഹോസ്പിറ്റലിന്റെ എത്തിക്സിന് മറികടന്നുകൊണ്ട് ഒരിക്കലും പെരുമാറാനായിട്ട് പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അതായത് ഇപ്പം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഈ പറയുന്ന പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആക്സസ് ചെയ്യാനുള്ളൊരു റൈറ്റ് ആർക്കുണ്ട്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കുണ്ട്. അതായത് അത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫാണ്, നേരിട്ട് ഒരു ഡോക്ടറെ പോലെ നഴ്സിനെ പോലോ അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ കൂടിയും പേഷ്യന്റിന്റെ വിവരങ്ങൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആക്സസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ അവസരം അല്ലെങ്കിൽ ആ ഒരു ചാൻസ് ആർക്ക് വരുന്നുണ്ട്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, കീപ്പിംഗ് ദി പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് ദി കോൺഫിഡൻഷ്യൽ ഡാറ്റ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന പേഷ്യന്റിന്റെ സ്വകാര്യതയും എത്തിക്കൽ സ്റ്റാൻഡേർഡും നിലനിർത്തിക്കൊണ്ടായിരിക്കണം അവരുടെ വിവരങ്ങൾ എപ്പോഴും ആക്സസ് ചെയ്യേണ്ടത് അല്ലെ. അവരുടെ ഡാറ്റ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം. നമ്മൾ നോൺ ക്ലിനിക്കലാണ്, ഡോക്ടറെ പോലെ നഴ്സുമാരെ പോലെ അടുത്തിടപഴകേണ്ടി വരുന്നില്ല, ഇതൊരു പരിചരണം കൊടുക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന പേഷ്യന്റിന്റെ എല്ലാ ഇൻഫർമേഷൻ, സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആരിലൂടെ കടന്നു പോകുന്നുണ്ട്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവരുടെ കോൺഫിഡൻഷ്യാലിറ്റിനെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ എത്തിക്സിന് എതിരായിട്ടൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. അവരുടെ ഡാറ്റ എപ്പോഴും എന്തായിരിക്കണം, സ്വകാര്യത നിലനിർത്തിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പൊ അതൊരു സ്കില്ലാണ്. ചിലർക്ക് അതിനുള്ളൊരു സ്കിൽ ഉണ്ടാകും, കാര്യങ്ങൾ മനസ്സിലിരിക്കാത്ത ആൾക്കാരുണ്ട്, പുറത്ത് പറയുന്ന ആൾക്കാരുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉള്ളിൽ വെച്ചിരിക്കാനും അതിൻ്റെതായൊരു ഇത് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ളത് ഒരു സ്കില്ല് തന്നെയാണ് ശരിക്കും കേട്ടോ. സോ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. അടുത്തതാണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ടീം വർക്ക്, ഒരു സഹകരണത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. Hospitals are interdisciplinary settings that need collaboration among various departments and staff members. നമുക്കറിയാം അല്ലെ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപാട് സ്റ്റാഫ് മെമ്പേഴ്സുകളുടെ ഇടയിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ഉള്ളൊരു സെറ്റിംഗ്സിലാണ്, അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഹോസ്പിറ്റൽ നിലകൊള്ളുന്നത് അല്ലെ. ഇന്റർ ഡിസിപ്ലിനറി, ഇന്ററൊക്കെ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. ഇന്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഡിഫറെന്റ് സ്റ്റാഫ് മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ അതെ, ഇൻ ബിറ്റ്വീൻ ആണ് കേട്ടോ. സഹകരിച്ചു പ്രവർത്തിക്കുക. അതെ, സുശാന്തിയൊക്കെ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ എൻ ഇഫക്റ്റീവ് മാനർ ആസ് എ പാർട്ട് ഓഫ് എ ടീം, communicate and coordinate with the colleagues and to donate a positive work environment. അതുകൊണ്ട് തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഒരു ടീമിന്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അല്ലാണ്ട് മാറി നിൽക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫൈനൽ ലക്ഷ്യം എന്താണ്, പേഷ്യന്റിന് ഒരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലെ. ഒരു കോർഡിനേറ്റിംഗ് കെയർ ആണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന് ഏറ്റവും ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റുകളും മറ്റു പല ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പ്രൊഫഷണൽസ് ഒക്കെ ആയിട്ട് സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും.
അപ്പൊ ആ ഒരു ടീം വർക്ക് അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു ടീം വർക്കായിട്ട് ഒരു ടീമിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ടീം വർക്ക്, കൊളാബറേഷൻ. അടുത്തതാണ് അഡാപ്റ്റബിലിറ്റി, പൊരുത്തപ്പെടൽ അല്ലെ. പൊരുത്തപ്പെടുക എന്നുള്ളതും ഒരു സ്കില്ലാണ്. ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇസ് continually evolving and non-clinical staff should be adjustable to changes in procedures, policies and technology. അല്ലെ, നമുക്കറിയാം ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഓരോ ചെല്ലുന്തോറും വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, പോളിസികൾ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ദിനവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാറുന്ന സാഹചര്യങ്ങൾക്കൊത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള, പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു സ്കില്ല് ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, they should be open to learning new skills and approaches to remain updated in their roles. അപ്പൊ ഈ പറയുന്ന പുതിയ പുതിയ സ്കില്ലുകൾ ആയിക്കോട്ടെ, അവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ സമീപനങ്ങളായിക്കോട്ടെ, പുതിയ എന്താ പറയുക സ്കില്ലുകളുമായിട്ട് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് വേണം അവർ പെരുമാറാനായിട്ട്. എന്ന് വെച്ചാൽ അതിനോട് എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടവര് മുന്നോട്ട് പോകണം, അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകണം. അതെല്ലാം മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ മാറുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചിലപ്പോൾ പ്രൊസീജിയർ മാറും, പോളിസി മാറും, ടെക്നോളജി മാറും. അപ്പൊ അതിനനുസരിച്ച് ഇവരും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് പോകണം കേട്ടോ. അതൊരു സ്കില്ലാണ്. 9ാമത്തെ പോയിന്റ് ഇതാണ്, എംപതി ആൻഡ് കമ്പാഷൻ അല്ലെ. സഹാനുഭൂതിയോടുകൂടി അനുകമ്പയോടുകൂടിയിട്ട് പെരുമാറാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. Although non-clinical staff may not give direct medical care, they often interact with the patients who may be in difficulty or facing challenging situations. അല്ലെ, നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് രോഗിക്ക് ഒരിക്കലും ഡയറക്റ്റ് പരിചരണം അവർ കൊടുക്കുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും എന്താണ്, പല ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല വെല്ലുവിളി ഉയർത്തുന്ന പല സാഹചര്യങ്ങളിലും അവരുമായിട്ട് പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇത് വളരെ അനുകമ്പയോടും സഹാനുഭൂതിയോടും കൂടി വേണം അവരോട് പെരുമാറാനായിട്ട്. Okay, demonstrating empathy, sympathy and sensitivity towards the patient's requirement and emotions is necessary for providing a supportive environment. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവർക്കൊരു പോസിറ്റീവ്, ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരോട് വളരെ സിമ്പത്തറ്റിക് ആയിട്ടും എംപത്തറ്റിക് ആയിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ട് അവരുടെ ആവശ്യങ്ങളോടും അവരുടെ ഇമോഷൻസിനോടും വളരെ സിമ്പത്തറ്റിക് ആയിട്ടും എംപത്തറ്റിക് ആയിട്ടും സെൻസിറ്റീവ് ആയിട്ടും പെരുമാറാനുള്ള സ്കിൽ അവർക്ക് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എംപതി എന്ന് പറയുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതാണ് നമ്മൾ കരുതി ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നൊന്ന് അങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ എംപത്തറ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ രീതിയിൽ വേണം പെരുമാറും. ഇപ്പൊ ചില ആളുകൾക്ക് ഒരാൾ ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോൾ സിമ്പതി തോന്നാം, അയ്യോ അങ്ങനെ പറ്റി എന്നുള്ള രീതിയിൽ. അതിന് പുറത്തുനിന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ആ സിറ്റുവേഷൻ നമുക്ക് വരുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ തീവ്രത നമുക്ക് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ലേ, ഒരാൾ ജഡ്ജ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അവർക്ക് എന്ത് അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാണെങ്കിൽ നമ്മളും അതേ സ്ഥാനത്ത് വരണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ പെരുമാറും. അതാണ് എംപത്തറ്റിക് ആയിട്ട് പെരുമാറുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അവർക്ക് ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് കൊടുക്കാം. അടുത്തതാണ് കൾച്ചറൽ കോമ്പിറ്റൻസ് കേട്ടോ, സാംസ്കാരികമായിട്ടുള്ള കഴിവ്. Hospitals serve diverse patient populations with different cultural backgrounds. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുന്നത് അല്ലെ, പല പല ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അവിടെ ജാതിയില്ല, മതമോ ഒന്നുമില്ല അല്ലെ, പല പല ആൾക്കാർ, പല വിഭാഗം അല്ലെ, പല കൾച്ചറിൽ വരുന്ന ആളുകളുമായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെയാണ്. സോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് possess cultural competence, understanding and respecting the various cultural practices, beliefs and values to give the inclusive and patient-centered care. അതുകൊണ്ട് തന്നെ പല കൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഈ പറയുന്ന അവരുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ മൂല്യങ്ങൾ അവരുടെ അതിനെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് വേണം അവരോട് പെരുമാറാനായിട്ട്.
ആയിട്ട്. അപ്പൊ പല പല കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. ചിലവർക്ക് എന്താ പറയാ ആ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ട് പെരുമാറുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ ആചാരത്തിന്റെ ഭാഗമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചർ എന്താണോ അതിന്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരം അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനെ എന്താ പറയുക ഉൾക്കൊണ്ട് അതിന് ബഹുമാനം കൊടുത്തുകൊണ്ട്, അവിടെ ഒരു പരിഹാസമല്ല നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. എല്ലാ ആചാരങ്ങൾക്കും അവരുടെ കൾച്ചറൽ എന്താണ് അതിനനുസരിച്ച് അതിന് വേണ്ട റെസ്പെക്ട് കൊടുത്തിട്ട് വേണം അവർക്കൊരു നല്ല പരിചരണം അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ദർ ആർ ജസ്റ്റ് സം ഓഫ് ദ സ്കിൽസ്. ഇത്രയുള്ളൂ, 10 പോയിന്റ് ക്ലിയർ ആയിട്ടോ. 10 പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, ഓർമ്മയിട്ടല്ലോ സ്കില്ലുകൾ ഏതൊക്കെയാ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് സ്കില്ല്, ഓർഗനൈസേഷൻ സ്കില്ല്, ടെക്നോളജി സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി, എംപതി ആൻഡ് കമ്പാഷൻ ആൻഡ് കൾച്ചറൽ കോമ്പറ്റൻസ്. ഓക്കെ, അടുത്ത നോക്കാം. ജസ്റ്റ് കഴിയാണ് ഈ ചാപ്റ്റർ. These are just some of the skills that non-clinical staff in hospitals should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patients and clinical staff. നമ്മൾ ഈ 10 എണ്ണം എന്ന് പറഞ്ഞ് പഠിച്ചത് 10 എണ്ണം ആയിട്ട് പഠിച്ചതാണ് കേട്ടോ. ഇത് മാത്രമല്ല സ്കിൽസ്, ഒരുപാട് സ്കില്ലുകൾ വേറെ ഉണ്ട്. അതില് കുറച്ച് മാത്രമാണ് നമ്മൾ ഇത് പഠിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന സ്കില്ലുകൾ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ എല്ലാവരിലും ഉണ്ട്. അത് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി പ്രാക്ടിക്കൽ ലൈഫിലൂടെ വരുമ്പോൾ. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ അതിൽ നോൺ ക്ലിനിക്കൽ ജോബുകളാണ് പരിചയപ്പെട്ടത്. 5 പേരെയാണ് ഇത് പരിചയപ്പെട്ടത്. ഒന്ന് നിങ്ങളെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ രണ്ടാമത്തെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. അപ്പൊ അത് മാറിപ്പോകരുത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് മെഡിക്കൽ സെക്രട്ടറിയാണ്. മെഡിക്കൽ സെക്രട്ടറി കുറെ കൂടെ ആരുമായിട്ട് അടുത്തിടപെടുന്നത്? ഫിസിഷ്യൻസുമായിട്ട്. അതായത് ഒരു ഫിസിഷ്യന്റെ ക്ലിനിക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചുറ്റുപാടില് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലിനിക്കൽ ടാസ്ക് ആണ് മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഒ പി ഡി എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹം എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് റോളാണ്. മൊത്തത്തിൽ ഒ പി ഡിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ മാത്രമല്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓളിനും എല്ലാ കാര്യങ്ങളും ഒരു ലീഡർഷിപ്പോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഒ പി ഡി എക്സിക്യൂട്ടീവ്. പിന്നെ നമ്മൾ പഠിച്ചത് ആരായിരുന്നു? പേഷ്യന്റ് കൗൺസിലർ ആയിരുന്നു. പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, പേഷ്യന്റിന് കൂടുതൽ പിന്തുണ കൊടുക്കുന്ന വ്യക്തിയാണ്. പിന്നെ നമ്മൾ കണ്ടത് ഇത്രയും നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ, ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇത്രയാണ് ആ ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. തീരില്ലാണെങ്കിൽ ഷെയർ ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നോക്കാം. പോയിന്റ് എന്താണ് മനസ്സിലെ? ഏത് പോയിന്റ് ആണ് മനസ്സിലാവാത്തത്? 10ാമത്തെ പോയിന്റ് ക്ലിയർ ആയില്ലേ? 10ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് കൾച്ചറൽ കോമ്പിറ്റൻസ് ആണ് കേട്ടോ. കൾച്ചറൽ എന്ന് വെച്ചാൽ സാംസ്കാരികപരമായിട്ടുള്ള കഴിവ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പല സംസ്കാരത്തിൽപ്പെട്ട ആളുകളല്ലേ ഒരു ഹോസ്പിറ്റലിൽ വരാം. പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ വരിക അല്ലെ. അപ്പം അവരുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ മൂല്യങ്ങളെ മനസ്സിലാക്കി അതിനെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം പേഷ്യന്റിന് പരിചരണം കൊടുക്കേണ്ടത് അല്ലെ. ചില വിശ്വാസികൾ വരാം അല്ലെ. ചില വിശ്വാസങ്ങളുടെ മറ്റേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? എന്താണ് അയാളും ഞാനും തമ്മിൽ സിനിമ കണ്ടിട്ടില്ലേ? നിങ്ങള് പൃഥ്വിരാജിന്റെ നല്ല സിനിമയാണ്. അയാളും ഞാനും തമ്മിൽ സിനിമ കണ്ടിട്ടില്ലേ? എക്സാം ഉടനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ പോർഷൻസ് തീർന്നു കഴിഞ്ഞാല് ഉണ്ടാവും കേട്ടോ. ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3rd ഉം 4th ഉം മൊഡ്യൂൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനകത്തുണ്ട് ഇതുപോലൊരു കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തല്ലേ ഒരു പയ്യനെ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് അവർക്കൊരു വിശ്വാസമുണ്ട് അല്ലെ. എന്നുവെച്ചാൽ അവരധികം ട്രീറ്റ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കല്ല, ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. അപ്പൊ ഓരോരുത്തരും ഞാൻ ഉദ്ദേശിച്ച വേറെ പല പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ ആചാരങ്ങളും മൂല്യങ്ങളും വിശ്വാസങ്ങളെ മനസ്സിലാക്കി ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം അവർക്ക് പരിചരണം കൊടുക്കേണ്ടത്. അതാണ് കേട്ടോ മനസ്സിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തതാണ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 6 ആണ്. നിങ്ങളുടെ എത്ര 39 ആണോ? ഒന്ന് മെൻഷൻ ചെയ്യുന്നു കേട്ടോ. നിങ്ങളുടെ എത്ര എടുക്കുന്നത്? 39. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് എനിക്ക് തോന്നുന്നത് 3rd മൊഡ്യൂളിൽ കിടക്കുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. 3rd മൊഡ്യൂളിൽ കിടക്കുന്ന ചാപ്റ്റർ ആണ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ നമുക്കത് തുറന്നു വയ്ക്കാം കേട്ടോ.
ചാപ്റ്റർ നമ്പർ 6 മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ ചാപ്റ്റർ ഒക്കെ തന്നെയാണ് കേട്ടോ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടതിന്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മെഡിക്കൽ റെക്കോർഡ് മീൻസ് ശ്രദ്ധിക്കാട്ടോ. ചാപ്റ്റർ നമ്പർ 39 ആണ് നിങ്ങളുടെ കിടക്കുന്നത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് മീൻസ് who, what, why, where and when of the patient care to the hospital. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ് എന്നാണ്, അതുപോലെ അതിന്റെ ഒരു എന്താ പറയാ, അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് മെഡിക്കൽ റെക്കോർഡ്സിന്. അപ്പൊ അതിന്റെ പ്രയോജനങ്ങൾ, ആർക്കൊക്കെയാണ് അതിന്റെ പ്രയോജനം, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്, ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ആദ്യത്തെ കുറച്ച് പോയിന്റുകൾ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. മെഡിക്കൽ റെക്കോർഡ് മീൻസ് ഹൂ, വാട്ട്, വൈ, വേർ ആൻഡ് വെൻ ഓഫ് ദ പേഷ്യന്റ് കെയർ ടു ദ ഹോസ്പിറ്റൽ. അതായത് മെഡിക്കൽ റെക്കോർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഒരു രോഗിയുടെ, അതായത് ഒരു രോഗി പരിചരണത്തിന്റെ 5 Ws ആണ് അവർ പറയുന്നത്. 5 Ws ഓഫ് പേഷ്യന്റ് കെയർ. അതായത് പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട 5 Ws. ഏതാണ് 5 Ws? ഒന്ന് ഹൂ, ആരാണ്, വാട്ട്, എന്താണ്, വൈ, എന്തുകൊണ്ട്, വേർ, എവിടെയാണ്, വെൻ, എപ്പോഴാണ്. അങ്ങനെ 5 കാര്യങ്ങൾ, 5 Wsന്റെ ഒരു എന്താ പറയാ വിശദാംശങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഒരു മെഡിക്കൽ റെക്കോർഡില് ഒരു പേഷ്യന്റിന്റെ എല്ലാ അവശ്യ വിശദാംശങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ്. മനസ്സിലായോ പറഞ്ഞത്? ഒരു രോഗിയുടെ എല്ലാ വിവരങ്ങളും, അതായത് അവരുടെ ആവശ്യമുള്ള എല്ലാ വിശദാംശങ്ങള്, ഫുള്ളായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങള് രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെ, അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പേഷ്യന്റിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട 5 Ws ആണ് പറഞ്ഞത്. ഒന്ന് ഹൂ, ആരാണ്. ആരാണെന്ന് പറയുമ്പോൾ ആ ഒരു പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ഉൾപ്പെടെ, ആ പേഷ്യന്റ് ആരാണ്, അയാളുടെ വയസ്സ് എത്രയാണ്, അയാൾ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ അയാളുടെ കുടുംബ പശ്ചാത്തലം എന്താണ്, ആ രീതിയിൽ. അതാണ് ആദ്യത്തെ ഹൂ എന്ന് പറയുന്ന W അല്ലെ. ഫസ്റ്റ് ഹൂ ആണ്, അതായത് ആരാണ്, ആ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ഉൾപ്പെടെ ആരോഗ്യ പരിരക്ഷാ ദാതാക്കളും അവരുമായിട്ട്, ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രസക്തരായിട്ടുള്ള വ്യക്തി, മീൻസ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാര് അല്ലെ, അങ്ങനെയുള്ളവരുടെ എല്ലാ ഐഡന്റിറ്റികളും ഉൾക്കൊള്ളുന്നതാണ് ആദ്യത്തെ W. അതാണ് ഹൂ എന്ന് പറയുന്നത് കേട്ടോ. ആരാണ്, ആ പേഷ്യന്റ് ആരാണ്, ആ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ഉൾപ്പെടെ അവരുടെ പരിചരണത്തിന്റെ ഭാഗമാകുന്ന ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും മറ്റുള്ളവരുടെ എല്ലാം വിവരങ്ങളാണ് ആദ്യത്തെ W, ഹൂ എന്ന് പറയുന്നത്. വാട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് എന്താണെന്ന് വെച്ചാൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് അല്ലെ, ആ ഒരു പേഷ്യന്റിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, എന്ത് പ്രൊസീജിയേഴ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്, എന്തൊക്കെ മെഡിസിൻസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും. അതാണ് വാട്ട്. ഓക്കെ. മൂന്നാമത്തത് വൈ, എന്തുകൊണ്ടാണ് ആ പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലില് ആ രോഗിയെ പ്രവേശിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്, അതിന്റെ രോഗനിർണയം അല്ലെ, അയാളുടെ രോഗനിർണയം, ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ളൊരു ആൻസറാണ് വൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുന്നത്, എന്തുകൊണ്ട് എന്നുള്ളത്. അടുത്തത് വേർ, എവിടെ, അതായത് എവിടെയാണ് ആ രോഗിയെ പരിചരിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു ആശുപത്രി ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ റൂമുകൾ ഉൾപ്പെടെയുള്ള ആ പരിചരണത്തിന്റെ സ്ഥാനം അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അതാണ് വേറെ എന്ന് പറയുന്നത്. എവിടെയാണ് ആ രോഗിക്ക് പരിചരണം, ICU-ലാണോ, അതോ വാർഡിലാണോ, റൂമിലാണോ, ഓപ്പറേഷൻ തിയേറ്ററിലാണോ, അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണോ, ഏത് ഏരിയയിലാണ് ആ രോഗിയെ പരിചരിക്കുന്നത്, ആ പരിചരണത്തിന്റെ സ്ഥാനം. അതിപ്പോ ആശുപത്രി ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ റൂം ഉൾപ്പെടെയുള്ള പരിചരണത്തിന്റെ സ്ഥാനമാണ് അവിടെ വേറെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് വന്നത് വെന്നാണ്, എപ്പോൾ. അതായത് എപ്പോഴാണ് ഈ പറയുന്ന രോഗികൾക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ അവർക്ക് ആ പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ടൈം ആൻഡ് ഡേറ്റ്, എപ്പോഴൊക്കെയാണ് അവർക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്, ഏത് സമയത്താണ് കൊടുത്തത്, ഏത് തീയതിയിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെല്ലാത്തിനും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗിയുടെ കംപ്ലീറ്റ് വിവരങ്ങളായി അല്ലെ. അതിലെ ഹൂ, ആരാണ് അല്ലെ, വാട്ട്, അതിനുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക, അതുപോലെ വൈ, എന്തുകൊണ്ട്, വേർ, എവിടെയാണ്, എപ്പോഴാണ്, ഇതിനുള്ള ആൻസറുകൾ, ഇതിനുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ രോഗിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു മെഡിക്കൽ റെക്കോർഡായി അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് മീൻസ് ഹൂ, വാട്ട്, വൈ,
where and when of the patient care to the hospital. Clear ആയോ പറഞ്ഞത്? മനസ്സിലായോ? 5 W's ആണ് കേട്ടോ. ഒരു പേഷ്യന്റിന്റെ പരിചരണമായിട്ട് ബന്ധപ്പെട്ട 5 W's ആണ് പറഞ്ഞത്. അടുത്തത് കേട്ടോ, ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. ഇതൊരു നിയമപരമായിട്ടുള്ള റെക്കോർഡാണ്. എന്തുകൊണ്ടാണ് അതൊരു ലീഗൽ? അതന്നെ, നിയമരേഖയാണ്. ഒരു ലീഗൽ റെക്കോർഡായിട്ട് ആണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിനെ കണക്കാക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു ഇപ്പൊ കോർട്ടില് ഇപ്പൊ ഒരു ചികിത്സാ സംബന്ധമായിട്ട് ഇപ്പൊ കോടതി കേസുകൾ വന്ന് അതിനൊരു ലീഗൽ റെക്കോർഡാണ്. അതുപോലെ തന്നെ രോഗിക്ക് യഥാവിധി അവർക്ക് വേണ്ട പരിചരണങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നതിനുള്ളൊരു പ്രൂഫും കൂടെയാണ്. അല്ലെ? ശരിയല്ല? നമുക്ക് അറിയാൻ പറ്റും, ആ മെഡിക്കൽ റെക്കോർഡിൽ കറക്റ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഏതെങ്കിലും കാരണവശാൽ രോഗിയുടെ ചികിത്സയിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടത്ര ചികിത്സ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരു പ്രൂഫാണ് എന്തെന്ന് പറയുന്നത്, ഒരു മെഡിക്കൽ റെക്കോർഡ്. സോ ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. അതൊരു നിയമപരമായിട്ടുള്ള റെക്കോർഡാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ രോഗികളുടെയും മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എത്ര രോഗികൾ വന്നോട്ടെ അവരുടെ എല്ലാവരുടെയും മെഡിക്കൽ റെക്കോർഡ് ഇവിടെ ഉണ്ടായിരിക്കണം. അത് തന്നെ, ആ റെക്കോർഡ് അത് ജോലി ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് റെക്കോർഡ്സും ട്രാൻസ്ഫർ ചെയ്യണം. കാര്യം ഇറ്റ് ഇസ് എ ലീഗൽ റെക്കോർഡ് അല്ലെ, അതൊരു ലീഗൽ റെക്കോർഡ്സ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഫേവേഴ്സ് പേഷ്യന്റ് കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. ശരിയാണ് അല്ലെ? കാരണം മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് രോഗികളെയും അവർ ചികിത്സിക്കുന്ന കൺസൾട്ടൻസിനെയും മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളെയും മൊത്തത്തിൽ ആശുപത്രിനെ വരെ ഏറ്റവും എന്താണ് ഫേവർ ചെയ്യുന്ന, അവരെ അനുകൂലിക്കുന്ന, അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് ഇത് മെഡിക്കൽ റെക്കോർഡ്. ശരിയല്ലേ? രോഗിക്ക് മാത്രമല്ല, രോഗിക്കാണ് അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിൽ ഇപ്പൊ ആ രോഗിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, മറ്റുള്ള കൺസൾട്ടൻസ് അല്ലെ, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഹോസ്പിറ്റലിന് തന്നെ മൊത്തം എന്താണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ദ ലീഗൽ ആസ്പെക്ട്സ് ഇൻക്ലൂഡ്സ് റിക്വയർമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു മേക്കിംഗ് ദ മെഡിക്കൽ റെക്കോർഡ്, ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് കണ്ടന്റ്, using and restraining the record, maintaining it, obtaining it, and releasing the information from it. ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. ഇതൊരു ലീഗൽ റെക്കോർഡാണെന്ന് പറഞ്ഞു. ഈ മെഡിക്കൽ റെക്കോർഡിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? നമ്മൾ പറഞ്ഞു അതൊരു ലീഗൽ റെക്കോർഡാണ്. അപ്പൊ അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു സൈഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ആ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തത്വങ്ങളും എല്ലാ റിക്വയർമെന്റ്സും അടങ്ങുന്നതാണ് അതിന്റെ ലീഗൽ സൈഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നു, ആ മെഡിക്കൽ റെക്കോർഡിൽ എന്തെല്ലാം കണ്ടന്റുകളാണ് ഉള്ളത്, ഓക്കെ, എന്തെല്ലാം കണ്ടന്റുകൾ അതിനകത്തുണ്ട്, അത് മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം, എന്തെല്ലാം വിവരങ്ങളാണ് അതിൽ രേഖപ്പെടുത്തേണ്ടത്, അതുപോലെ അതിൽ നിന്നും എന്തെല്ലാം വിവരങ്ങളാണ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രിൻസിപ്പിൾസും റിക്വയർമെന്റ്സും അടങ്ങുന്നതാണ് ഈ പറയുന്ന ലീഗൽ സൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? മെഡിക്കൽ റെക്കോർഡ് ഒരു ലീഗൽ റെക്കോർഡാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനൊരു ലീഗൽ വശം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ലീഗൽ വശം എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത്? ആ ഒരു മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. ആ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ നിർമ്മിക്കണം, അതുപോലെ അത് എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, എന്തൊക്കെ വിവരങ്ങൾ അത് സ്റ്റോർ ചെയ്യണം, എന്തൊക്കെ വിവരങ്ങൾ അതിന് റിലീസ് ചെയ്യണം പുറത്തേക്ക് എന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രിൻസിപ്പിൾസ്, എല്ലാ തത്വങ്ങളും അടങ്ങുന്നതാണ് അതിന്റെ ലീഗൽ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ഒരു കേട്ടോ, ലീഗൽ ആസ്പെക്ട് ഇൻക്ലൂഡ്സ് ദ റിക്വയർമെന്റ് ആൻഡ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു മേക്കിംഗ് ദ മെഡിക്കൽ റെക്കോർഡ് ദാറ്റ് ഇൻക്ലൂഡിംഗ് കണ്ടന്റ്. അതിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയായിരിക്കണം, യൂസിങ് ആൻഡ് റീസ്റ്റെയിനിങ് ദ റെക്കോർഡ്, ആ റെക്കോർഡ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം, റീസ്ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാം, മെയിൻറ്റെയിനിങ് ഇറ്റ് അതെങ്ങനെ പരിപാലിക്കണം, ഒബ്റ്റെയിനിങ് ഇറ്റ് അതെങ്ങനെ ലഭ്യമാക്കണം, അതുപോലെ തന്നെ റിലീസിംഗ് ദി ഇൻഫർമേഷൻ ഫ്രം ഇറ്റ് എങ്ങനെയാണ് അതിന്റെ റിലീസ് ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രിൻസിപ്പിൾസും അടങ്ങുന്നതാണ് ഇതിന്റെ ലീഗൽ ആസ്പെക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റർ ഇത് പറഞ്ഞോളൂ. അടുത്തത് കേട്ടോ, ദ ഹോസ്പിറ്റൽ പുട്സ് ടുഗെദർ ആൻഡ് കീപ്സ് മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഷ്യന്റ്. ശരിയാണ് അല്ലെ? നമ്മൾ പറഞ്ഞു പേഷ്യൻസിനും കൺസൾട്ടൻസിനും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ്. എങ്കിലും ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് പ്രധാനമായിട്ടും പേഷ്യൻസിന്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. ഇത് അൾട്ടിമേറ്റ് ഗുണഭോക്താവ് എന്ന് പറയുന്ന ആര് തന്നെയാണ്? പേഷ്യന്റ് ആണ് അല്ലെ, പേഷ്യന്റ് ആണ്. സോ പേഷ്യന്റിന്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നത്.
അത് മാത്രമല്ല മെഡിക്കൽ റെക്കോർഡ്സ് ആർ ആൾസോ കെപ്റ്റ് ആസ് എ ഗൈഡ് ടു കൺസൾട്ടൻസ് for the medical statistics research and the security of the physician, hospital staff and hospital against unfair criticism. അത് മാത്രമല്ല മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന അവിടുത്തെ കൺസൾട്ടൻസ്, അതായത് ഈ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, പിന്നെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ആ ഒരു സ്ഥിതി വിവര ഗവേഷണത്തിനൊക്കെ ഒരു ഗൈഡ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതും ഒരു മെഡിക്കൽ റെക്കോർഡാണ്. അവർക്കും ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഗൈഡ് പോലെയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ പറയുന്ന ഡോക്ടേഴ്സിനെതിരെ, ഈ ഹോസ്പിറ്റലിനെതിരേക്ക് ഉണ്ടാകുന്ന ചില അന്യായ വിമർശനങ്ങൾക്കെതിരെ ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിലും ഇമ്പോർട്ടന്റ് ആണിത് മെഡിക്കൽ റെക്കോർഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടാകണേ അത് കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡിൽ എല്ലാം രേഖപ്പെടുത്തിയിരിക്കും. അപ്പൊ അതൊരു പ്രൂഫും കൂടെയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇത്തരം മെഡിക്കൽ റെക്കോർഡ്സ് റിലീസ് ചെയ്താൽ മതി. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് ഫിസിഷ്യൻസിനും അവിടുത്തെ ഹോസ്പിറ്റലിനെതിരെ ഉണ്ടാകുന്ന ചില അന്യായ വിമർശനങ്ങൾക്കെതിരെയുള്ള ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിലും എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ പ്രധാനമായിട്ട് രോഗിക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ കൺസൾട്ടൻസിലും മറ്റുള്ള എന്താ പറയാ ആളുകൾക്കും ഒരു ഗൈഡ് എന്ന രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതൊരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് പ്രയോജനപ്പെടുത്താം. അതിന്റെ പ്രാധാന്യമാണ് കേട്ടോ പറഞ്ഞത്. മെഡിക്കൽ റെക്കോർഡിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അടുത്ത പോയിന്റ് ഇതാണ്, when the hospital lets in a patient, ഇതും കൂടെ പറഞ്ഞു നിർത്താം കേട്ടോ. when the hospital lets in a patient, it enters into an implied contract to provide services needed in the care and treatment of the patient. അതായത് സ്വാഭാവികമായിട്ട് ഒരു ആശുപത്രിയിൽ ഒരു പേഷ്യന്റിനെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഈ ഒരു പേഷ്യന്റിനെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പരിചരണങ്ങൾ നൽകണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ശരിക്കും. ആ കരാർ എന്ന് പറയുമ്പോൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ആവുകയാണ്. ദാറ്റ് മീൻസ് ഒരു രോഗീനെ നമ്മൾ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആരൊക്കെ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്? ആ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യന്റും തമ്മിലുള്ള ഒരു അൺറിട്ടൺ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അവിടെ തന്നെ ഉണ്ടാവുകയാണ്, അല്ലെ? ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ടാവുകയാണ്. അതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ അൺറിട്ടൺ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് പോലെയാണ്. അതെ, ഒരു മ്യൂച്വലി അവിടെ എഗ്രിമെന്റ് വരികയാണ്, ഓട്ടോമാറ്റിക്കലി അവിടെ വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് ദ സർവീസസ് നീഡഡ് ഇൻ ദ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്, അല്ലെ? പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള പരിചരണം, ചികിത്സകളൊക്കെ ലഭ്യമാകുന്നതിന് വേണ്ട ആ സേവനങ്ങൾ നൽകണം എന്നുള്ളൊരു വ്യവസ്ഥ, ഒരു എഗ്രിമെന്റ് അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെ? ഒരു രോഗിനെ പ്രവേശിപ്പിക്കുന്ന സമയത്ത്. So this calls for keeping a chronological record of the care and treatment provided by the person. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവർക്ക് ഈ പറയുന്ന പരിചരണത്തിന്റെയും ചികിത്സയുടെയും ഒരു ക്രോണോളജിക്കൽ റെക്കോർഡായിട്ട് ഒരു കാലക്രമരേഖ പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? മെഡിക്കൽ റെക്കോർഡ് വെച്ചാൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നതിന്റെ ഒരു കാലക്രമരേഖ പോലെയാണ് മെഡിക്കൽ റെക്കോർഡ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയൊന്നും മനസ്സിലാക്കി വെച്ചാൽ എന്തെങ്കിലും ഒരു പോയിന്റ് മാത്രം എഴുതി വെച്ചത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞ് ക്ലിയർ ആയല്ലോ. അതായത് ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട 5 Ws അതിനകത്ത് വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. പിന്നെ അതൊരു ലീഗൽ റെക്കോർഡ് ആണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കി വെക്കുക. അത്രയും ഉള്ളൂ കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും രോഗികൾക്കും മറ്റുള്ള സ്റ്റാഫുകൾക്കും കൺസൾട്ടൻസിനും എന്തിനു പറയണം, ഹോസ്പിറ്റലിന് തന്നെ ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ആത്യന്തികമായിട്ട് നമ്മൾ രോഗിയുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന മറ്റുള്ളവർക്ക് ഒരു ഗൈഡ് എന്ന രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിലും ഒരു റെക്കോർഡാണിത് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാണ്. അൺമ്യൂട്ട് ചെയ്യാതെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? എത്ര ഡേറ്റ്? 13 അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ക്ലാസ് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ഇല്ല എന്നാ? ശരി, താങ്ക് യു.